ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഈ വേനൽ ചൂടിൽ നന്നായിട്ട് ദാഹം മാറുകയും അതുപോലെ തന്നെ റംലാൻ മാസത്തിൽ നന്നായിട്ട് ക്ഷീണം മാറുകയൊക്കെ ചെയ്യുന്ന നല്ല 2 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് പാല് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. ഇനി നമുക്കുണ്ടല്ലോ പാല് നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് സാബുദാന അല്ലെങ്കിൽ ചൗവരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചൗവരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഈ ചൗവരി ഒന്ന് വേവിച്ചെടുക്കണേ. നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ചൗവരിയും വെള്ളവും കൂടെ കുതിർത്തതിന് ശേഷവും ഇതുപോലെ കാച്ചിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളിനി അടുത്തതായിട്ട് കസ്കസ് ആണ് ഇട്ട് കൊടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കസ്കസ് ഉണ്ട്. ഇത് കസ്കസ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കാം. നമുക്ക് ഈ നോയമ്പിൻ്റെ സമയത്ത് നന്നായിട്ട് ക്ഷീണം മാറാനായിട്ടുള്ളതാണ് ഈ കസ്കസും അതുപോലെ തന്നെ നമ്മളിപ്പം എടുത്ത ചൗവരിയൊക്കെ ചേർക്കുന്നത്. ഇനിയുണ്ടല്ലോ നമ്മൾ അടുത്തതായിട്ട് ഒരു തണ്ണിമത്തങ്ങയാണ് എടുക്കുന്നത്. ഈ തണ്ണിമത്തങ്ങ നമുക്ക് ഫുള്ളായിട്ട് വേണ്ട, നമുക്കിതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള തണ്ണിമത്തങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കാനുള്ള ഡ്രിങ്ക്സിന് ഈ ഒരു പീസ് വെച്ച് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ എടുത്തതിൻ്റെ പകുതി ഇതിലേക്ക് ജ്യൂസ് അടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ട് ഇനി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞ് കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് കുരുവെല്ലാം കളഞ്ഞ ശേഷം വേണേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതുപോലെ 2 സൈഡ് ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് ക്യൂബായിട്ട് കിട്ടുവേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനി മാറ്റി വെക്കാവേ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചൗവരി ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണേ. അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്താൽ ഇതേപോലെ വെന്ത് വന്നോളും. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ആ വെള്ളമൊന്നും വേണ്ട, നമുക്ക് ആ പൾപ്പ് മാത്രം കിട്ടിയാൽ മതിയേ. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ചൗവരി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകൾ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിരുന്ന തണ്ണിമത്തൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റൂഅഫ്സ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. തണ്ണിമത്തങ്ങ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പാലിലും തണ്ണിമത്തങ്ങയിലും ഒന്നും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ടുണ്ടല്ലോ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചൗവരിയില്ലേ, സാബുദാന, അതൊന്ന് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരുന്ന സാബുദാന ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന കസ്കസ് 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്കസും ഇതുമെല്ലാം നമുക്ക് ശരീരം നന്നായിട്ട് തണുക്കാനും എല്ലാം നല്ലതാണ്. ക്ഷീണം മാറുകയൊക്കെ ചെയ്യും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മത്തങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല കറക്റ്റ് പാകത്തിന് മധുരവും എല്ലാം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്.
ഇപ്പം തന്നെ നമുക്ക് കുടിക്കാനാണെങ്കിൽ ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് എടുത്താലും മതി. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാം. വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. നന്നായിട്ട് ക്ഷീണം മാറാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡ്രിങ്കിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ 1/2 ലിറ്റർ പാലിന് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇതുപോലെ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. മധുരം കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താണ് ഞാനിത് തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ ഇതേപോലെ വെർമിസെല്ലിയിലെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സേമിയ ഇപ്പോൾ റോസ്റ്റ് ആക്കിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വാനില കസ്റ്റാർഡ് പൗഡറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചാൽ മതി ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാലിവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇളക്കി കൊടുത്ത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കരുതേ. ഇതേപോലെ നോക്കി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മളുണ്ടല്ലോ സാധാരണ ഫ്രൂട്ട് സലാഡൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത്ര കട്ടിയൊന്നും വേണ്ട ഇതിന്. നമ്മളിത് ഡ്രിങ്ക് ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ഡ്രിങ്ക് ആയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലാണ് ഒഴിച്ച് കുടിക്കുന്ന ഒരു പാകത്തിലിരിക്കണേ. അപ്പോൾ വീണ്ടും 2 ടേബിൾ സ്പൂണൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. മൊത്തത്തിൽ 4 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് മതിയാകും. എന്നാലേ ഉള്ളൂ നല്ല ലൂസായിട്ട് ഇരിക്കത്തുള്ളൂ. അത് മാത്രമല്ല നമ്മൾ സേമിയ ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്കിതിലേക്ക് ചൗവരിയില്ലേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചൗവരി സാബുദാന ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനിയുണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കസ്കസില്ലേ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കസ്കസും ഞാൻ 2 ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ ഈ 2 ഡ്രിങ്കും തയ്യാറാക്കുവാണെങ്കിൽ ഈ അളവിൽ കസ്കസും അതുപോലെ തന്നെ സാബുദാനയൊക്കെ എടുത്താൽ മതിയേ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ഡ്രിങ്കിനുള്ള ആവശ്യത്തിനുള്ള കസ്കസും അതുപോലെ തന്നെ ചൗവരിയും എടുക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഒരു റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ആപ്പിളാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു മാതളം കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവേ. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് തണുക്കാനായിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇത് തണുത്താലും നന്നായിട്ട് ലൂസായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഒരുപാട് തിക്കായി പോകത്തില്ല. ഈ ഒരു പാകത്തിന് വേണേ നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെയും കൂടി ഒന്നിട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ദാഹം മാറുകയും അതുപോലെ തന്നെ ക്ഷീണം മാറാനും പറ്റിയ ഡ്രിങ്കാണ്. അതുമാത്രമല്ല കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വേനൽ ചൂടിലും അതുപോലെ തന്നെ നോയമ്പിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല 2 ഡ്രിങ്ക്സാണ് ഇത്. അപ്പോൾ ഈ 2 ഡ്രിങ്ക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.